എന്നോട് രണ്ടാളുകൾ വന്നിട്ട് രണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ രണ്ടാളെയും സമാധാനിപ്പിച്ചിട്ട് നിങ്ങളുടെ രണ്ടാളുടെ പ്രശ്നവും ഞാൻ പരിഹരിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അവരെ വിട്ടു. അവരെ വിട്ടതിന് ശേഷം ആദ്യത്തെ ആൾ പോയിട്ട് അവൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, ഞാനെന്തായാലും അവനെ കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്, അവൻ ആ കാര്യം വൃത്തിയായിട്ട് ചെയ്യുന്ന എനിക്ക് ഉറപ്പുണ്ട്, ഇപ്പം എനിക്ക് സമാധാനമായി എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആൾ പോയിട്ട് അവൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞത്, ഞാൻ അവനെ കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്, അവനത് എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്യുന്ന എനിക്കറിയില്ല, എത്രത്തോളം വൃത്തിയായിട്ട് അവനത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പില്ല, എനിക്കിപ്പോൾ എൻ്റെ ടെൻഷൻ മാറിയിട്ടില്ല എന്ന് പറഞ്ഞു. ഈ രണ്ടാൾ പറഞ്ഞത് ഞാൻ അറിഞ്ഞു. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരുടെ പ്രശ്നം പരിഹരിക്കാനായിരിക്കും കൂടുതൽ മുൻഗണന കൊടുക്കുക? എന്നെ പരിപൂർണമായിട്ട് വിശ്വസിച്ച ആദ്യത്തെ ആൾക്ക് വേണ്ടിയിട്ട് അല്ലേ? എന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാത്ത രണ്ടാമത്തെ ആളുടെ പ്രശ്നത്തിന് ഞാൻ ചിലപ്പോൾ പരിഗണന കൊടുത്തോളണമെന്നുണ്ടാവില്ല. സത്യത്തിൽ ഇതേപോലെയാണ് നമ്മൾ ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥനകളും. നമ്മളൊരു കാര്യം ദൈവത്തിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരിക്കലും ടെൻഷൻ ഉണ്ടാകാൻ പാടില്ല, നമുക്കൊരിക്കലും പേടി ഉണ്ടാകാൻ പാടില്ല, നമുക്കൊരിക്കലും ആ പ്രശ്നം ദൈവത്തിനെ പരിഗണിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം നമ്മുടെ മനസ്സിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ നമ്മളൊരു കാര്യം ദൈവത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു കാര്യത്തിൽ നമ്മൾ ദൈവത്തെ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രശ്നം ഭംഗിയായി പരിഹരിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും.